चुपके चुपके रात दिन आंसू बहाना याद है। चुपके चुपके रात दिन आंसू बहाना याद है। हमको अब तक आशिकी का वो ज़माना याद है। चुपके चुपके रात दिन आंसू बहाना याद है. യുഗാന്തരങ്ങളായി ഇന്ത്യയുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ സംഗീതമഴ പെയ്യിപ്പിച്ച ഭാഷയാണ് സംഗീത സാന്ദ്രമായ ഭാഷ. ഗസലുകളുടെയും കവാലികളുടെയും മുഹമ്മദ് റഫി സാഹിബ് മുതൽ ഗുലാം അലി വരെ, മെഹദി ഹസൻ, ഹരിഹരൻ, പങ്കജുദാസ് തുടങ്ങിയ ഒരുപാട് സംഗീതജ്ഞന്മാർ ഉറുദു ഭാഷയെ ഉപയോഗപ്പെടുത്തി. ഉറുദു ഭാഷയുടെ പദങ്ങളുടെ ശ്രവണസുഖവും സംഗീതത്തിൻ്റെ ചക്രവർത്തിയായ മുഹമ്മദ് റഫി സാഹിബ് മുതൽ ഗുലാം അലി വരെ अल्लामा इकबाल उर्दू की मशहूर शायर है, वो 20वीं सदी की, इसके लिए इसको मैं इस्तेमाल करता हूँ. हमारी उर्दू का हमारे इंडिया का नेशनल लैंग्वेज उर्दू होने वाला था. बाद में उर्दू का सिवा दूसरा कोई लैंग्वेज में आपको ये अवेलेबल नहीं था. तो मैं और एक बार आपका आज का दिन का आप सबको मुबारकबाद दे रहा हूँ और आप लोग सब आपके लिए बात करने के लिए. ओके, आज मैं आपके सामने ऐसे खड़ा हूँ जैसे कि मेरा सर बहुत ऊंचा है, क्योंकि मुझे मालूम है सब लोगों को उर्दू मालूम नहीं है, लेकिन एक बात मैं दावे के साथ कह सकती हूँ. अगले हमारा सदर उस्ताद कृष्णन साहिब को आपके लिए बातचीत करने के लिए मोहम्मद इकबाल का जन्म है. ശർമ്മയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഉറുദു ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉറുദു ഇതിൽ ഏറ്റവും വലിയ മനോഹരമായ ഭാഷയാണ്. ഉറുദു ഒരു മിട്ട സുബാൻ, മധുരമുള്ളൊരു ഭാഷയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഉറുദുവാണ്. ഉറുദുവിനോട് കുറേ കവികളും ഗസലുകളും ഒരുപാട് ഉള്ള ഒരു ഭാഷയാണ്. ഉറുദു ഏറ്റവും വലിയ നല്ലൊരു മിട്ട ഭാഷയും കൂടെയാണ് ഇന്ത്യയിൽ. ഉറുദുവിൻ്റെ കൂടെ വേറെ ഒരു ഭാഷയും പകരം വെക്കാൻ ഇല്ല. ഉറുദു ആഘോഷിക്കുന്നത് അല്ലാമ ഇക്ബാലിൻ്റെ ജന്മദിനത്തിനാണ്. 140 മില്യൺ പീപ്പിൾസ് ഉറുദു ഭാഷ കൈകാര്യം ചെയ്യുന്നു. ഇന്ന് ലോക ഉറുദു ദിനം നവംബർ 9.
ഉറുദു ഭാഷയുടെ അപ്പോസ്തലനായിട്ടുള്ള അല്ലാമ ഇക്ബാൽ, ആ അല്ലാമ ഇക്ബാലിൻ്റെ ജന്മദിനമാണ് ലോക ഉറുദു ദിനമായി കൊണ്ടാടുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മാതൃഭാഷ കൂടിയാണ്. നമുക്കറിയാം, ദില്ലിയിലാണ് ഉറുദുവിൻ്റെ കേന്ദ്രം. ദില്ലിയിൽ വസിക്കാത്ത ആർക്കും തന്നെ ഉറുദുവിൽ കവിയും അതുതന്നെ അറബിക്ക്, പേർഷ്യൻ ഭാഷയുടെ आलमी यौम उर्दू दिन और दूसरा कौमी ഏകദേശം ഇന്ത്യയിൽ 4.8 കോടിയോളം ജനങ്ങളുടെ മാതൃഭാഷയായി इसके अलावा वो बहुत मशहूर नज़म भी नॉर्थ लिखते हैं। इंडियंस, इसमें 90 आती है അതായത് जवाब ജമ്മു में കാശ്മീർ, इकबाल नज़म है। ഉത്തർപ്രദേശ്, वो भी इकबाल की तरह में ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കും. അതുപോലെ തന്നെ ഭാഷ, ഹിന്ദി ഭാഷയോട് സാമ്യത പുലർത്തുന്ന ഒരു ഭാഷയാണ് ഉറുദു. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിന് രാകേഷ് ശർമ്മ മറുപടി പറഞ്ഞത് ഉറുദുവിലായി. എങ്ങനെയുണ്ട് ബഹിരാകാശത്ത് എൻ്റെ ഇന്ത്യ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കാണുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ സാരേ ജഹാം സച്ച എന്ന അല്ലാമ ഇക്ബാലിൻ്റെ ആ വാക്കുകളോടെയാണ് രാകേഷ് ശർമ്മ മറുപടി. ഇക്ബാൽ ദേശസ്നേഹം തുളുമ്പുന്ന ഒരുപാട് കവിതകൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ കവിയാണ് ഇക്ബാൽ. കിഴക്കിൻ്റെ കവി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇക്ബാലിൻ്റെ ജന്മദിനമായ നവംബർ 9-നാണ് ലോക ഉറുദു ദിനം ആചരിക്കുന്നത്.